الحمد لله الذي جعل شهر رمضان سيد الشهور والأيام وخصه بجميل المزايا وضاعف فيه الأجور للصوام وتوجه بتاج القبول وأنزل فيه القرآن على سيد الأنام وجعل الصيام جنة من العذاب وأضافه إليه وجعل ثوابه بغير حساب وأشهد أن لا إله إلا الله وحده لا شريك له الملك العلام الذي جعل الصوم تهذيبا لنفوس الأتقياء الأنجاب وعناية لطف بالعصاة المذنبين وهو الكريم الوهاب وأشهد أن محمدا عبده ورسوله المبعوث بالحكمة وفصل الخطاب اللهم صل وسلم على محمد وعلى آله وأصحابه والتابعين لهم بإحسان إلى يوم المآب أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തിന്റെ മഹത്വങ്ങളെ സംബന്ധിച്ചും അതിന് സുപ്രധാനമായ ഇബാദത്തായ നോമ്പിന്റെ ഫളായിലുകളെ സംബന്ധിച്ചും കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദമായി സംസാരിക്കുകയുണ്ടായി. ഏതൊരു ഇബാദത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ നിർവഹിക്കുമ്പോൾ മാത്രമേ അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായി തീരുകയുള്ളൂ. എല്ലാ ഇബാദത്തുകളും എങ്ങനെ നിർവഹിക്കണമെന്ന് നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ച പോലെ നിങ്ങൾ നമസ്കരിക്കണം. ഖുദൂ അന്നി മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. അപ്പൊ എല്ലാ ഇബാദത്തുകളും എങ്ങനെയാണോ പ്രവാചകന്റെ മാതൃകയുള്ളത് അതേപോലെ നിർവഹിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ അത് സ്വീകാര്യയോഗ്യമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഏതാനും ചില നിയമ വിധിവിലക്കുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് ആഗ്രഹിക്കുന്നത്. നോമ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അത് തുടങ്ങേണ്ടത് മാസപ്പിറവി ദർശനത്തിലൂടെയാണ്. സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി, മാസപ്പിറവി ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പ് തുടങ്ങണം. അത് വീണ്ടും നിങ്ങൾ ദർശിച്ചു കഴിഞ്ഞാൽ നോമ്പ് അവസാനിപ്പിക്കുകയും വേണം. അത് ശവ്വാലിന്റെ പിറവിയാണ്. അതുകൊണ്ട് തന്നെ റമദാനിന് മുമ്പായി, നമ്മുടെ മാസപ്പിറവി ദർശനം കാണുന്നതിന് മുമ്പായി നോമ്പെടുക്കാൻ ആർക്കും അനുവാദം ഇല്ല.
പ്രത്യേകിച്ചും ചില സാഹചര്യങ്ങളിലൊക്കെ ഏതായാലും റമദാൻ നാളെ ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റന്നാൾ ആരംഭിക്കുകയാണ്, ഞാൻ ഇന്ന് തന്നെ 1-2 ദിവസം മുമ്പ് അങ്ങോട്ട് തുടങ്ങിയാൽ കുഴപ്പമൊന്നുമില്ല, നല്ല കർമ്മമല്ലേ എന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തുഖദ്ദിമു റമദാന ബിസൗമി യൗമിൻ ഔ യൗമൈൻ. റമദാനിന് നിങ്ങൾ 1-2 ദിവസത്തെ നോമ്പ് കൊണ്ട് തുടങ്ങാൻ പാടില്ല. നേരെ മറിച്ച് റമദാൻ ആരംഭിക്കേണ്ടത് വേറെ ഹദീസിലൂടെ പഠിപ്പിച്ചു, സൂമൂ ലിറുയതിഹി, മാസപ്പിറവി ദർശിച്ചെങ്കിൽ മാത്രമേ നോമ്പ് ആരംഭിക്കാവൂ. അപ്പൊ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് നേരത്തെ നോമ്പ് തുടങ്ങാൻ പാടില്ല. പിന്നെ വേറെ ചില കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ ഇന്ന് തന്നെ നോമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് അത്തരം കാര്യങ്ങളുമായി മാനദണ്ഡമില്ല, അടിസ്ഥാനമില്ല. മാസപ്പിറവി ദർശനത്തിനു ശേഷം മാത്രമേ നോമ്പ് ആരംഭിക്കാവൂ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. മാത്രമല്ല, സംശയമുള്ള ദിവസത്തിൽ പോലും നോമ്പെടുക്കാൻ പാടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ 30 ദിവസം ശഅബാൻ പൂർത്തിയാകണം, അതല്ലെങ്കിൽ 29-ന് മാസപ്പിറവി കാണണം. ഇനി 29-ന് വൈൻ ഉമ്മ അലൈക്കും, മാസപ്പിറവി കാണാൻ കഴിയാതെ അന്തരീക്ഷം മേഘാവൃതമായാൽ നിങ്ങൾ ഫഅക്മിലു ശഅബാന 30, ശഅബാൻ 30 പൂർത്തിയാക്കണമെന്ന്. ആകാശത്ത് ചക്രവാളത്തിൽ സൂര്യന്റെ അസ്തമയ ശേഷം 40 മിനിറ്റോ 42 മിനിറ്റോ ചന്ദ്രൻ ഉണ്ട്, അത് മേഘം കാരണം നമുക്ക് കാണാൻ കഴിയാതെ പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നാളെ നോമ്പ് തുടങ്ങാൻ പറ്റില്ല. ഇന്ന് മാസപ്പിറവി ദർശനം കണ്ടെങ്കിൽ മാത്രമേ നാളെ മുതൽ നോമ്പെടുക്കാവൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾ ശഅബാനിന്റെ 29-ന് മാസപ്പിറവി കണ്ടാൽ നിങ്ങൾക്ക് നോമ്പ് തുടങ്ങാം. അല്ല, മേഘാവൃതമായി മാസപ്പിറവി കാണാൻ സാധ്യമല്ലാതെ വന്നാലോ ഫഅക്മിലു ശഅബാന 30, ശഅബാനിന്റെ 30 പൂർത്തിയാക്കുകയും ശേഷം അടുത്ത ദിവസം മുതൽ റമദാൻ ആരംഭിക്കുകയും വേണം എന്നാണ്. സംശയമുള്ള ദിവസമാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ സ്വാമൽ യൗമല്ലദി യുശക്കു ഫീഹി ഫഖദ് അസ്വാ അബൽ ഖാസിം. സംശയാസ്പദമായ ദിവസം, മാസപ്പിറവി കണ്ടിട്ടൊന്നുമില്ല എങ്കിലും അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്ത് നോമ്പ് തുടങ്ങിയാൽ ഫഖദ് അസ്വാ അബൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുസരണക്കേട് കാണിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മാസപ്പിറവി ദർശനത്തിന് 2 നീതിമാന്മാരായ സാക്ഷികളാണ് ആവശ്യം. നീതിമാന്മാരായ സത്യസന്ധന്മാരായ 2 സാക്ഷികൾ പറഞ്ഞാൽ മാസപ്പിറവി അനുവദിച്ചു കൊടുക്കാവുന്നതാണ്. എന്നാൽ ഒരാള് ഒരു നിർണായക സാഹചര്യത്തിൽ ഒരു വ്യക്തി കണ്ടു എന്ന് പറഞ്ഞാലോ അതും അംഗീകാരയോഗ്യം തന്നെയാണ്. ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, തറാ അന്നാസുൽ ഹിലാൽ, ജനങ്ങൾ മാസപ്പിറവി കാണാൻ വേണ്ടി നിന്നു. ഫഅഖ്ബർതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നി റഅയ്തുഹു, ഞാൻ മാസപ്പിറവി കണ്ടു എന്ന് പ്രവാചകനോട് പറഞ്ഞു. ഫസ്വാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുകയും ഫഅമറന്നാസ ബിസിയാമിഹി, ജനങ്ങളോട് നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അപ്പൊ അവിടെ ഒരു വ്യക്തിയുടെ സാക്ഷിയാണ് വരുന്നത്. എന്നാൽ പൊതുവെ 2 ആള് വേണമെന്നാണ്. ഇനി ഒരു വ്യക്തി കണ്ടാലും അത് സ്വീകാര്യോഗ്യം തന്നെയാണ്. ഇതാണ് നോമ്പ് തുടങ്ങുന്നതിന്റെ നിയമമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതൊരു ഇബാദത്തിലും നമുക്കറിയാം അല്ലാഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് ഇന്നമൽ അമാലു ബിന്നിയാത്ത്, നിയ്യത്തനുസരിച്ചുകൊണ്ടാണ്. ആളുകളുടെ തൃപ്തിയാണോ എങ്കിൽ അങ്ങനെ, ഭൗതികമായ ആവശ്യങ്ങളാണോ എങ്കിൽ അങ്ങനെ, റബ്ബിന്റെ വജ്ഹാണോ എങ്കിൽ അങ്ങനെ. ഇന്നമൽ അമാലു ബിന്നിയാത്ത്, ഈ ഒരു നിയമം, ഈ ഒരു ഷർത്ത് നോമ്പെന്ന ഇബാദത്തിലുമുണ്ട്. അവിടെയും തന്റെ നിയ്യത്ത് എന്താണോ അതനുസരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ സ്വീകരിക്കുന്നത്. ആ നിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിയ്യത്ത് ഒരിക്കലും നാവ് കൊണ്ട് ചൊല്ലി പറയാനുള്ളതല്ല. അതിന് നോമ്പ് എന്നല്ല, ഏത് വിഷയത്തിലും നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉസല്ലി ലില്ലാഹി തആല 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇൽ കഅബ എന്ന് പറഞ്ഞുകൊണ്ട് നാവ് കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ നമസ്കരിക്കുകയാകുന്നു, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാകുന്നു, ഇന്ന് നമസ്കാരമാകുന്നു എന്ന് നമ്മുടെ മനസ്സിൽ വേണം. അതിനാണ് നിയ്യത്ത് എന്ന് പറയാ. അറബി ഭാഷയിൽ നവ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കരുതുക എന്നാണ്, ചൊല്ലി പറയാ എന്നല്ല. നവ എന്ന് പറഞ്ഞാൽ കരുതി എന്നാണ്. നവയിത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കരുതി എന്നാ. ഞാൻ കരുതി എന്ന് പിന്നെ നാവ് കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. അത്തലഫുദു ബിന്നിയ്യത്തി ബിദ്അത്തുൻ, നാവ് കൊണ്ട് നിയ്യത്ത് ചൊല്ലിപ്പറയൽ ബിദ്അത്താണ്. അൽനിയ്യത്തു മഹല്ലുഹാ അൽ ഖൽബ്, നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ് എന്ന് പണ്ഡിതന്മാർ ഇത്തരം ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി കാണുവാൻ സാധിക്കും. ഏത് ഇബാദത്തിനുമുണ്ട് നിയ്യത്ത്. ആ നിയ്യത്തൊക്കെ നമ്മൾ നാവ് കൊണ്ട് പറയാറുമില്ല പലപ്പോഴും. ഒരാള് സക്കാത്ത് കൊടുക്കുകയാണ്. സക്കാത്ത് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോ
ഈ വർഷത്തെ എനിക്ക് 10,000 രൂപ ഉള്ളതിൽ 2% സക്കാത്ത് ഇത്രയായി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറയാറില്ലല്ലോ. നമ്മുടെ മനസ്സിലുണ്ട് സക്കാത്ത് കൊടുക്കുകയാണ് എന്ന്. ആ നിയ്യത്ത് തന്നെയാണ് നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോഴും വേണ്ടത്. അത് നാവ് കൊണ്ട് പറയാൻ പാടില്ല. അത് ബിദ്അത്താണ്. ഒരു ബിദ്അത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പാടില്ല. രണ്ടാമത്തേത്, നിർബന്ധമായ ഇബാദത്തുകളുടെ നിയ്യത്ത് രാത്രിയിൽ ആകൽ നിർബന്ധമാണ്, പകലിലല്ല. അതായത് ഹദീസിൽ കാണാൻ സാധിക്കും, മല്ലം യുജ്മഅ സിയാമ ഫില്ലൈൽ ഖബലൽ ഫജ്ർ ഫലാ സിയാമ ലഹു. ഫജ്റിന് മുമ്പായിക്കൊണ്ട് ഒരാൾ നോമ്പിനെ കരുതിയില്ല എങ്കിൽ, നോമ്പിനെ നിയ്യത്താക്കിയില്ല എങ്കിൽ ഫലാ സിയാമ ലഹു, അവന് നോമ്പില്ല. മറ്റൊരു ഹദീസിൽ മല്ലം യുബയ്യിത്തി സിയാമ മിനൽ ലൈലി ഫലാ സിയാമ ലഹു, രാത്രിയിൽ നോമ്പിനെ കരുതിയില്ലെങ്കിൽ ആ വ്യക്തിക്ക് നോമ്പില്ല എന്നാണ്. അപ്പൊ നിർബന്ധമായ നോമ്പുകളാണോ അവൻ രാത്രിയിൽ നിയ്യത്തുണ്ടായിരിക്കണം. സുന്നത്തായ നോമ്പിന് അതിന്റെ ആവശ്യമില്ല. സുന്നത്തായ നോമ്പിന് പകൽ ഉദ്ദേശിച്ചാലും മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ കുറെ നേരം ഇരുന്ന് ശേഷം വീട്ടിലേക്ക് ചെന്നു. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, ഹൽ അൻദകും ഗദാ, ഭക്ഷണം ഉണ്ടോ? അപ്പൊ പ്രാതൽ ഭക്ഷണം ചോദിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല, ഭക്ഷണമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എങ്കിൽ ഫഇന്നി സ്വായിമുൻ, എന്നാ ഞാൻ നോമ്പെടുക്കുകയാണ്. അപ്പൊ സുന്നത്തായ നോമ്പുകൾക്ക് പകലിൽ നിയ്യത്ത് കരുതിയാൽ മതി. നിർബന്ധ നോമ്പിനത് പോരാ, അത് രാത്രി തന്നെ വേണം. എന്നാൽ ഒരാൾക്ക് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരാള് ആധുനികമായ സമയങ്ങളോ മറ്റോ അറിയാനോ കാര്യങ്ങൾ അറിയാനുള്ള സൗകര്യങ്ങളോ മാധ്യമങ്ങളോ ഇല്ല. രാവിലെ നേരം പുലർന്ന് നാസ്തക്ക് കഴിച്ച് അങ്ങാടിയിലേക്ക് വന്നപ്പോഴാണ് എല്ലാവർക്കും നോമ്പ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നോമ്പിനെ കുറിച്ച് അറിയുന്നത് അപ്പോഴാണ്. അവൻ നാസ്ത കഴിച്ചു വന്നതാണെങ്കിലും ശരി, അവിടെ മുതൽ നോമ്പ് തുടങ്ങണം. അപ്പൊ ഇന്നലെ നിയ്യത്ത് കരുതിയിട്ടില്ല, അത് അവന് പ്രശ്നമില്ല. കാരണം ലിഅന്നൽ ഖുദ്റത അസാസുൽ മനാത്തു തക്ലീഫ് എന്നൊരു പൊതു തത്വമുണ്ട് ഫിഖ്ഹില്. കഴിവുണ്ടാവുക എന്നുള്ളത് ഒരു കർമ്മം ചെയ്യാനുള്ള അടിസ്ഥാനമാണ്. ഇന്ന് നോമ്പ് തുടങ്ങുന്നത് ഇന്നലെ അവൻ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ വ്യക്തിക്ക് നിയമം ബാധകമല്ല. പകലിലാണ് അറിയുന്നത്. ആ അറിഞ്ഞ സമയം മുതൽ ആ വ്യക്തി നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഇതാണ് നിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത്, നമ്മുടെ നോമ്പ് ആരംഭിക്കുന്നത് രാത്രിയിലുള്ള അത്താഴത്തിലൂടെയാണ്. പലപ്പോഴായി അതിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും നോമ്പിന്റെ സന്ദർഭങ്ങൾ നമ്മൾ വിശദീകരിക്കാറുണ്ട്. ഈ അത്താഴത്തിന് ഇസ്ലാം നിശ്ചയിച്ച ഒരു ഹിക്മത്തുണ്ട്. ആ ഹിക്മത്ത് പൊതുവായിട്ടുള്ള എല്ലാ ഇബാദത്തുകളിലും കാണുവാൻ സാധിക്കും. ഇസ്ലാമിന്റെ ഒരു വേർതിരിവ്, മറ്റുള്ള മതസ്ഥരിൽ നിന്നും മറ്റുള്ള ആളുകളുടെ സംസ്കാരങ്ങളിൽ നിന്നുമുള്ള ഒരു വേർതിരിവ് ഹദീസിൽ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഫസ്ലു മാ ബൈന സിയാമിന വസിയാമു അഹ്ലിൽ കിതാബി അകിലത്തു സഹർ. വേദക്കാരുടെ നോമ്പും നമ്മുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം, അവർക്ക് അത്താഴമുണ്ടായിരുന്നില്ല, നമ്മൾ അത്താഴം കഴിക്കണം. അപ്പൊ അവരിൽ നിന്നൊരു വ്യത്യസ്തത അത് ഏത് കാര്യത്തിലും നമ്മോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ വേഷവിധാനം, അവരുടെ ശാരീരികമായ ക്രമങ്ങള്, അവരുടെ ഭക്ഷണരീതികള്, സ്വഭാവ സംസ്കാരങ്ങള്, അതിനെല്ലാം ഖാലിഫുൽ മുശ്രിക്കീനും, നിങ്ങൾ മുശ്രിക്കുകൾക്കെതിരെ പ്രവർത്തിക്കണം. ഖാലിഫുൽ യഹൂദ വൻ നസ്വാറ, ജൂത ക്രിസ്ത്യാനികൾക്കെതിരെ പ്രവർത്തിക്കണം. ഖാലിഫുൽ മജൂസികൾക്കെതിരെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അവർക്ക് അത്താഴമില്ല, നിങ്ങൾക്ക് അത്താഴമുണ്ട്. അപ്പൊ ആ ഒരു പ്രവാചകന്റെ കൽപ്പനയെ മാനിക്കുക എന്ന നിലക്ക് നമ്മൾ അത്താഴം കഴിക്കണം. അതാണ് അതിന്റെ ഹിക്മത്ത്. പിന്നെ ഇനിയിപ്പോ വർഷക്കാലമാണ് വരാൻ പോകുന്നത്. അത്താഴ സമയത്ത് എണീക്കലും ഭക്ഷണം കഴിക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ എനിക്കിനി അത്താഴം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നോമ്പെടുക്കാൻ എനിക്ക് പ്രയാസമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അത്താഴം കഴിക്കുന്നില്ല എന്ന് പറയരുത് നമ്മൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അൽ ബറക്കത്തു ഫീ സലാസ, 3 കാര്യങ്ങളിൽ ബർക്കത്തുണ്ട്. ഒരു വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തുണ്ടെന്ന് പറഞ്ഞാൽ ആ ബർക്കത്ത് നമ്മൾ ആഗ്രഹിക്കണം, ആ ബർക്കത്ത് നമ്മൾ കാക്ഷിക്കണം. ഇസ്ലാം നിശ്ചയിച്ച വസ്തുക്കൾ ബർക്കത്തുണ്ട്. അള്ളയോ റസൂലോ ബർക്കത്തുണ്ടെന്ന് പറയാത്തതിൽ നമ്മൾ ബർക്കത്ത് വെക്കാനും പാടില്ല. ഇന്നതിൽ ബർക്കത്തുണ്ട് എന്ന് അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് പറയേണ്ടത്. അതിൽപ്പെട്ട കാര്യങ്ങളാണ് അൽ ബറക്കത്തു ഫീ സലാസ, 3 കാര്യങ്ങളിൽ ബർക്കത്തുണ്ട്. ഒന്ന് അൽ ജമാഅ, സംഘടിതമായ പ്രവർത്തനങ്ങൾ, കൂട്ടായ്മ. രണ്ടാമത്തേത് അസ്സരീദ്. സരീദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അറബികൾ ഉണ്ടാക്കിയിരുന്ന ഒരു പ്രത്യേകതരം ഭക്ഷണമായിരുന്നു. മാംസവും മറ്റൊക്കെ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഒരു ഭക്ഷണമാണ് സരീദ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് അസ്സഹൂർ, അത്താഴം കഴിക്കൽ. അപ്പൊ അതിലൊരു ബർക്കത്തുണ്ട് എന്നാണ്. ആ ബർക്കത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ആ സുന്നത്ത് എടുക്കണം. അതേപോലെ ഒരു ഹദീസിൽ കാണാം, അസ്സഹൂർ ബർക്കത്തുൻ, അത്താഴം കഴിക്കൽ ബർക്കത്താണ്. വേറൊരു ഹദീസിൽ ഇന്നല്ലാഹ ജഅലൽ ബറകത ഫി സഹൂരി വൽ കൈൽ, അല്ലാഹു തആല അളവിലും അത്താഴത്തിലും ബർക്കത്ത് വെച്ചിട്ടുണ്ടെന്നാണ്. എന്താ അളവിൽ ബർക്കത്ത്? ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും
അത് അളന്നു കൊടുക്കണമെന്നാണ്, എണ്ണിക്കൊടുക്കണം. ഭക്ഷണമൊക്കെ പാകം ചെയ്യുമ്പോ സാധാരണ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, ഉമ്മമാര് ഇപ്പോ കറി വെക്കുകയാണ്, മസാല എത്ര പാക്കറ്റ് കൊണ്ട് കൊട്ടിയാലും ഒരു ഏതാണ്ട് കണക്ക് നോക്കി കൊട്ടിയാൽ അവർക്കറിയാം പാകത്തിന് തന്നെയാണ്. പക്ഷെ അത് ടീസ്പൂൺ കൊണ്ടോ കെയിൽ കൊണ്ടോ അളന്നെടുത്തിട്ടാൽ ആ അളവിൽ ഒരു ബർക്കത്തുണ്ട് എന്നാണ്. അപ്പൊ അളവിൽ ബർക്കത്തുണ്ട്, അത്താഴത്തിനും ബർക്കത്തുണ്ട്. അതേപോലെ ഇന്നഹാ ബറക്കത്തുൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം അത്താഴം ബറക്കത്താണ്. അഅതാകുമുല്ലാഹു ഇയ്യാഹ, ആ ബർക്കത്തിന് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഫലാ തദഊഹു, അത് നിങ്ങൾ ഒഴിവാക്കരുത്. ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. സ്വഹാബത്ത് അത്താഴത്തിന് വേണ്ടി മറ്റു സ്വഹാബിമാരെ ക്ഷണിക്കാറുണ്ട്. അങ്ങനെ അവർ ക്ഷണിക്കുമ്പോൾ പറയാറുള്ള വാക്ക് ഹലുമ്മ ഇലൽ ഗദാഇൽ മുബാറക്, അനുഗ്രഹീതമായ ഭക്ഷണത്തിലേക്ക് വരൂ എന്നാണ് വിളിക്കാറ്. അത്താഴത്തിലേക്ക് വരുന്നല്ല, അനുഗ്രഹീതമായ ഭക്ഷണം കഴിക്കാൻ വരണം എന്നാണ് സ്വഹാബികൾ തമ്മിൽ ക്ഷണിക്കാറുണ്ടായിരുന്നത് എന്നും ഹദീസിൽ കാണുവാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ അസ്സഹൂറു അക്കലത്തു ബറക്കത്തിൻ, അത്താഴം ബറക്കത്തുള്ള ഭക്ഷണമാണ്. ഫലാ തദഊഹു, നിങ്ങൾ ഒഴിവാക്കരുത്. വലൗ അൻ യജ്റ അഹദുക്കും ജുർഅതൻ മിൻ മാഇൻ, ഒരു മുറുക്ക് വെള്ളമെങ്കിലും. ഇനി ഒന്നിനും കഴിയില്ല, ഭക്ഷണം കഴിക്കാൻ പ്രയാസമുള്ള ആളുകൾ ഉണ്ടാവും, അല്പം വെള്ളമെങ്കിലും കുടിക്കണം. ഫഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ, അല്ലാഹു തആല അനുഗ്രഹം ചൊരിയുന്നു, മലക്കുകൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ റബ്ബിന്റെ അനുഗ്രഹം ലഭിക്കുന്ന, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന വിഷയമാണ് അത്താഴം എന്നുള്ളത് കൊണ്ട് നമ്മൾ മുടക്കരുത്. പിന്നെ ഹദീസിൽ കാണാൻ സാധിക്കും തസഹറു വലൗ ബിജുർഅതി മാഇൻ, ഒരു മുറുക്ക് വെള്ളമെങ്കിലും കുടിച്ചുകൊണ്ട് നിങ്ങൾ അത്താഴം കഴിക്കണം. അപ്പൊ അത്രയും പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങൾ നമ്മുടേതായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഇനി ആ അത്താഴത്തിന് സമയവും ഹദീസുകൾ കാണുവാൻ സാധിക്കും. സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾ അത്താഴം കഴിക്കാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ സുബഹിന്റെ ബാങ്ക് വരെ ഒരു 50ഓളം ആയത്തുകൾ ഓതാനുള്ള സമയമുണ്ടായിരുന്നു. രണ്ട് കാര്യം മനസ്സിലാക്കാറുണ്ട്. ഒന്ന്, ബാങ്കിലേക്ക് അടുത്തുകൊണ്ടായിരിക്കണം അത്താഴം കഴിക്കേണ്ടത്. നമ്മുടെ വീടുകളിലൊക്കെ ആധുനിക കാലഘട്ടം എന്ന് പറഞ്ഞാൽ റമദാൻ മാസമായാൽ അങ്ങാടിയിലൂടെ നടക്കുന്ന സമയമാണ്. എന്നിട്ട് രാത്രി 1 മണിക്കും 2 മണിക്കും കയറി വന്ന് പിന്നെ ഭക്ഷണം കഴിച്ചത് കണക്കലാണ്. ചിലപ്പോൾ സുബഹി നമസ്കാരം പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു മാസമാക്കി നമ്മുടെ റമദാനെ നമ്മൾ മാറ്റരുത്. അത് നേരത്തെ നമസ്കാരം കഴിഞ്ഞ് തറാവീഹ് കഴിഞ്ഞ് കിടന്നുറങ്ങുക, സമയമാകുമ്പോൾ എണീറ്റുകൊണ്ട് നമ്മൾ അത്താഴം കഴിക്കുക തന്നെ വേണം. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരിയായ അതിന്റെ സുന്നത്തായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതാണ് അത്താഴവുമായി ബന്ധപ്പെട്ട കാര്യം. അതേപോലെ സഹോദരന്മാരെ, നോമ്പ് തുറപ്പോ വിശദീകരിച്ചില്ലെങ്കിൽ എല്ലാവരും നോമ്പ് തുറക്കും. എങ്കിലും അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങൾ, അതിൽ ഒന്ന് ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം ജനങ്ങൾ ഖൈറിലായിരിക്കുന്ന. അപ്പൊ അല്ലാഹു തആല എന്തിനാണോ ഖൈർ പറഞ്ഞത് അതിലാണ് നമ്മൾ ഖൈർ കാണേണ്ടത്. ഈത്തപ്പഴം കൈ പിടിച്ചിട്ട് ബാങ്ക് കേട്ട് കഴിഞ്ഞാലും ബാങ്ക് മുഴുവൻ കഴിഞ്ഞോ, ആ പള്ളിയിലെ ബാങ്ക് കഴിഞ്ഞോ, ഈ പള്ളിയിലെ ബാങ്ക് കഴിഞ്ഞോ, അങ്ങനെ മഹല്ലിലെ എല്ലാ പള്ളിയിലെ ബാങ്ക് കേട്ടിട്ട് പിന്നെ അവസാനം ഈത്തപ്പഴം വായിലേക്ക് വെക്കുന്ന ആളുകളുണ്ട്. അതൊരു ശരിയായ രീതിയല്ല. അവിടെയും പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ബാങ്ക് കൊടുത്ത ഉടനെ നോമ്പ് തുറക്കണം. കാരണം ലിഅന്നൽ യഹൂദ വന്നസ്വാറ യുഅഖിറൂന, ജൂത ക്രിസ്ത്യാനികൾ അതിനെ വൈകിപ്പിക്കാറുണ്ട്. വൈകിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില ഹദീസുകളിൽ കാണാം, വളരെ വൈകി ഉദിക്കുന്ന ഒരു നക്ഷത്രം, അങ്ങനെ ഇരുട്ടായി കഴിഞ്ഞാൽ ഉദിക്കുന്ന നക്ഷത്രം, ആ നക്ഷത്രം ഉദിച്ചു തുടങ്ങിയാലേ ഇവർ നോമ്പ് തുറക്കാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സമയമായി കഴിഞ്ഞാൽ നേരത്തെ നോമ്പ് തുറക്കണം. ഇനി അതിന്റെ അർത്ഥം ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നോമ്പ് തുറക്കണമെന്നല്ല. സമയമാകുമ്പോൾ പിന്നെന്ത് ചെയ്യാൻ പാടില്ല, ബാങ്ക് മുഴുവൻ കഴിയട്ടെ, അത് നാട്ടിലെ എല്ലാ പള്ളികളിലും ബാങ്ക് കൊടുത്തു കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസ് മനസ്സിലാകുന്നത്. മറ്റൊരു ഹദീസിൽ സലാസും മിൻ അഖ്ലാഖിൻ നുബുവ, 3 കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു. ആ 3 കാര്യങ്ങളിൽ ഒന്ന് തഅജീലുൽ ഇഫ്താർ, നോമ്പ് തുറ വേഗത്തിലാക്കൽ, വതഅഖീറുസ് സുഹൂർ, അത്താഴം വൈകിപ്പിക്കൽ, വവളുൽ യമീനി അല ശിമാലി ഫി സ്വലാത്ത്, നമസ്കാരത്തിലും ഇടത് കൈയിന്മേൽ വലതു കൈ വെക്കൽ. അത് എല്ലാ നബിമാർക്കും അവരുടെ സ്വഭാവമായി ഉണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ നോമ്പ് തുറയുടെ സന്ദർഭത്തിലും നമ്മൾ ഇസ്ലാമിന്റേതായ മര്യാദകൾ മറന്നു പോകരുത്. സാധാരണയായി ഇരിക്കാൻ പോലും സമയമില്ലാതെ നിന്നും നടന്നും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ആളുകൾ. അതേപോലെ വലതുകൈയിന്റെ വിഷയം, അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഏത് സന്ദർഭത്തിലാണെങ്കിലും ഇപ്പൊ വൈകുന്നേരം വരെ നോമ്പെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സുന്നത്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നൊന്നുമില്ലല്ലോ. എല്ലാ സന്ദർഭങ്ങളിലും ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കണം. അപ്പൊ വലതുകൈ കൊണ്ട് കുടിക്കുക, ഇരുന്നു കൊണ്ട് കുടിക്കുക,
വെള്ളമാണെങ്കിൽ 3 തവണയായി കുടിക്കുക. ഒരു ഗ്ലാസ് വെള്ളം ഒറ്റ തവണ കുടിക്കാൻ പാടില്ല എന്നാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ പോലും നമുക്ക് എത്ര വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്? 4ഉം 5ഉം പ്രതിഫലങ്ങളാണ്. 3 തവണയായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. കുടിക്കുന്ന വെള്ളത്തിലേക്ക് ഊതാൻ പാടില്ല, അതിലേക്ക് ശ്വാസം വിടാൻ പാടില്ല. അപ്പൊ ഈ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ നോമ്പ് തുറയും. ആ സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ എന്താണോ മുമ്പിലുള്ളത് അതെടുത്ത് കഴിക്കുക എന്നുള്ളതല്ല. വെള്ളമാണെങ്കിൽ വെള്ളം, ജ്യൂസാണെങ്കിൽ അത്, എന്താ അല്ലെങ്കിൽ ഭക്ഷിക്കാൻ കിട്ടിയതെന്തോ അതെടുത്ത് കഴിക്കുക, അങ്ങനെ ഒരു ഏർപ്പാട് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അവിടെയും കാണാം. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു ഖബ്ല അൻ യുസല്ലി അലാ റുതുബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല പഴുത്ത ഈത്തപ്പഴം കൊണ്ട് നമസ്കാരത്തിന് മുമ്പ് നോമ്പ് തുറക്കാറുണ്ട്. പഴുത്ത ഈത്തപ്പഴം. ഫഇല്ലം യകുൻ റുതുബാത്തുൻ ഫതുമൈറാത്ത്. പഴുത്ത ഈത്തപ്പഴം കിട്ടിയില്ലെങ്കിൽ കാരക്ക. ഫഇല്ലം തകുൻ തുമൈറാത്തുൻ. അത് ഇല്ലെങ്കിലോ, കാരക്കയും ഇല്ലെങ്കിലും ഹസവാത്തുൻ മിൻ മാ, കുറച്ച് വെള്ളമെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കും. നമ്മുടെ ജ്യൂസ് അല്ല ആദ്യം, വേറെ വെള്ളങ്ങളല്ല ആദ്യം, പച്ചവെള്ളമാണ്. അതിനു മുമ്പ് ഈത്തപ്പഴം, അതില്ലെങ്കിൽ കാരക്ക, അതില്ലെങ്കിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിക്കാറുണ്ടായിരുന്നത് എന്ന് ഹദീസുകളിൽ പഠിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടുന്ന മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ നോമ്പിനെ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോമ്പിനെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ മനഃപൂർവ്വം നമ്മുടെ നോമ്പ് ഒഴിവാക്കാറുണ്ട്. വിഷയം അറിയാത്തത് കൊണ്ട് ഇനി എനിക്ക് നോമ്പില്ല, എനിക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ നോമ്പിനെ ഒഴിവാക്കുന്ന ആളുകളെ പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള ഇസ്ലാമികമായ നിയമങ്ങൾ, ഒന്ന് നമുക്കറിയാം, മനഃപൂർവ്വമായി ഭക്ഷണം കഴിച്ചാൽ, മനഃപൂർവ്വമായി ഒരാൾ വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയും, സംശയമൊന്നുമില്ല. അതിന് ഏത് ഔലിയപ്പാപ്പ തന്നാലും ശരി, സ്വന്തം എടുത്ത് കുടിച്ചാലും ശരി, ഇനി ഒരു വലിയ എന്ന് പറഞ്ഞ ആളെടുത്ത് തന്നാലും ശരി, വെള്ളം കുടിച്ചാൽ ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയും, അത് സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഒരാൾ മനഃപൂർവ്വമല്ലാത്ത നിലക്ക് അറിയാതെ, ഓർമ്മയില്ലാതെ വെള്ളമെടുത്ത് കുടിച്ചു, സ്വാഭാവികമായി ചിലപ്പോ റമളാന്റെ 1-നൊക്കെ സംഭവിച്ചു എന്ന് വരാം. കാരണം 10-11 മാസമായിട്ട് നോമ്പിരിച്ച് ബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ വല്ല ഓർമ്മിപ്പിച്ചത് കാരണം റമളാന്റെ 1-ന് ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വരാം. സംഭവിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇദാ നസിയ ഫഅകല വശരിബ, ഒരാൾ മറന്നു എന്നിട്ട് വെള്ളം കുടിച്ചു, ഭക്ഷണം കഴിച്ചു, ഫൽയുതിമ്മ സൗമഹു, അവൻ ആ നോമ്പ് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. അല്ലെങ്കിൽ നല്ലപോലെ കഴിച്ചു, വിശപ്പ് മാറാൻ മാത്രം കഴിച്ചു, കഴിച്ച ശേഷമാണ് ഓർമ്മ വന്നത് നോമ്പാണ്. ഫൽയുതിമ്മ സൗമഹു, അവൻ നോമ്പ് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. കാരണം ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാഹു, അത് അവന്റെ ഓർമ്മയിലൂടെയോ അവനിലൂടെ ഉണ്ടായ കാര്യമോ അല്ല, അല്ലാഹു തആല കുടിപ്പിച്ചതാണ്, അല്ലാഹു തആല ഭക്ഷിപ്പിച്ചതാണ്. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ മറവിയിലൂടെ ആ നിലക്ക് സംഭവിച്ചാൽ ഇനി എന്റെ നോമ്പ് മുറിഞ്ഞും എനിക്ക് നോമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഉച്ചക്ക് വേറെ ഭക്ഷണം എടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ല. അവൻ നോമ്പുകാരൻ തന്നെയാണ്, മറവിയിലൂടെ സംഭവിച്ചതാണ് എങ്കിൽ. മാത്രവുമല്ല, ഇന്നല്ലാഹ വലാ അൻ ഉമ്മതി അൽ ഖതഅ വൻ നിസ്യാന വമസ്തുക്രിഹു അലൈഹി, എന്റെ ഉമ്മത്തിന് അല്ലാഹു തആല മാപ്പ് കൊടുത്തിരിക്കുന്നു. ഏതെല്ലാം വിഷയങ്ങൾ? ഒന്ന് അൽ ഖതഅ, അബദ്ധവശാൽ വന്നു പോകുന്ന തെറ്റുകൾ, മനഃപൂർവ്വമല്ലാത്ത നിലക്ക് അബദ്ധവശാൽ വന്നു പോകുന്ന തെറ്റുകൾ, വൻ നിസ്യാൻ, മറവിയിലൂടെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ വമസ്തുക്രിഹു അലൈഹി, നിർബന്ധത്തിന്റെ പേരിൽ ചെയ്യിപ്പിക്കാത്ത കാര്യങ്ങൾ. ഒരാള് കൊല്ലുക അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാണ്, ഇത് ചെയ്തേ പറ്റൂ, അങ്ങനത്തെ നിർബന്ധ സാഹചര്യങ്ങൾ വന്നാൽ അവിടെ ചെയ്തു പോകുന്ന തെറ്റുകൾ, അതിനും കുറ്റമില്ല. ഇങ്ങനെ 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറന്ന് ഭക്ഷിച്ചാൽ നോമ്പ് മുറിയുകയില്ല. ആവർത്തിച്ച് പറയാൻ കാരണം, എങ്ങനെയെങ്കിലുമൊക്കെ അറിയാണ്ട് വെള്ളം കുടിക്കുന്ന ആളുകൾ ഇനി എനിക്ക് നോമ്പില്ല എന്ന് പറഞ്ഞ് ആ നോമ്പിനെ ഒഴിവാക്കുന്ന പ്രവണത പലപ്പോഴും കണ്ടുവരാറുണ്ട്. അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റൊന്നാണ് നോമ്പ് മുറിയുന്ന ഒരു കാര്യമാണ് മനഃപൂർവ്വം ഛർദ്ദിക്കൽ. മനഃപൂർവ്വം ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. മനഃപൂർവ്വമല്ലാത്ത നിലയ്ക്ക് ക്ഷീണം കാരണോ പ്രയാസം കാരണോ ഛർദ്ദിച്ചുപോയി, അങ്ങനെ സ്വാഭാവികമായും ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയില്ല. മൻ ദറഅഹുൽ ഖൈഉ ഫലൈസ അലൈഹി ഖളാഉൻ വമൻ ഇസ്തഖഅ ഫൽയഖ്ളി, ഒരാൾ മനഃപൂർവ്വം ഛർദ്ദിച്ചാൽ നോമ്പ് അവൻ വീട്ടേണ്ടതുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നിലയ്ക്ക് ഛർദ്ദിച്ച് പോയാലോ സംഭവിച്ചാലോ അവൻ ആ നോമ്പ് വീട്ടേണ്ടതില്ല. എന്തിനേയും മനഃപൂർവ്വം ഛർദ്ദിക്കുന്നത്? സ്വാഭാവികമായും നമുക്കറിയാം, ചില ആളുകൾക്കൊരു പ്രയാസം ഉണ്ടാവും, വയറിനകത്ത് അസ്വസ്ഥത തോന്നുക, ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുന്നുണ്ട്, എന്നാൽ ഛർദ്ദിക്കുന്നുമില്ല.
അപ്പൊ ആ പ്രയാസത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ ഒന്ന് വായിലേക്ക് 2 വിരൽ വെച്ചു കൊടുത്ത് അങ്ങോട്ട് പോകുന്നോളൂ, ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഒരു ആശ്വാസം, അതെല്ലാവർക്കും അറിയും ചെയ്യാം. അപ്പൊ ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എന്ത് ചെയ്യാണ്, ഛർദ്ദിച്ചാൽ നോമ്പ് മുറിഞ്ഞു. എന്നാൽ ക്ഷീണമോ പ്രയാസമോ രോഗമോ പെട്ടെന്ന് ബാധിച്ച് അതിലൂടെ ഛർദ്ദിച്ചു പോയാൽ അതിന്റെ പേരിൽ നോമ്പ് മുറിയുകയില്ല. ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ നോമ്പുകാരിയായിരിക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആർത്തവമോ പ്രസവരക്തമോ തുടങ്ങിയാൽ അവളുടെ നോമ്പ് മുറിയും. അത് ബാങ്കിന്റെ 1 മിനിറ്റ് മുമ്പ്, ബാങ്ക് കൊടുക്കാൻ ഇനിയും സമയം നിമിഷങ്ങൾ ബാക്കിയുണ്ട്, കുറച്ചേ ബാക്കിയുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ആർത്തവം തുടങ്ങി അല്ലെങ്കിൽ ഇഫാസ് പ്രസവരക്തത്തിന് സമയമായി തുടങ്ങിയാൽ അതോടുകൂടി അവളുടെ നോമ്പ് മുറിയുകയും ചെയ്തു. ആ നോമ്പ് അവർ പിന്നീട് നോറ്റ് വീട്ടേണ്ടതുമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കുന്നാ നുഉമറു ബിഖളാഇ സ്വൗമി വലാ നുഉമറു ബിഖളാഇ സ്വലാത്ത്. നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഞങ്ങൾ നോറ്റ് വീട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നഷ്ടപ്പെട്ടു പോയ നമസ്കാരം അത് വീട്ടേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഈ നഷ്ടപ്പെടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർത്തവരക്തമോ പ്രസവരക്തമോ തുടങ്ങലാണ്. അതുള്ള സ്ത്രീകൾക്ക് നോമ്പെടുക്കാൻ പാടില്ല. നോമ്പുകാരിയായിരിക്കെ അത് തുടങ്ങിയാൽ മഗ്രിബിന്റെ അല്പനിമിഷം മുമ്പാണെങ്കിലും ശരി ആ ദിവസത്തെ നോമ്പ് ഇല്ലാതെയാകും. ആ നോമ്പ് പിന്നീട് അവൾ നോറ്റ് വീട്ടേണ്ടതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇന്ന് ആധുനികമായുള്ള ഒരു വിഷയം, ഇഞ്ചക്ഷൻ എടുത്താൽ നോമ്പ് മുറിയുമോ എന്ന് പല ആളുകളും റമദാൻ മാസമായാൽ വിളിച്ച് ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹദീസൊന്നും കാണാൻ കഴിയില്ല. അതിലുള്ള പണ്ഡിതന്മാരുടെ ഫത്വ എന്ത് എന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ 2 രൂപത്തിലാണ്. ഒന്ന്, ശരീരത്തിന് ഒരു ഊർജവും ഊർജ്ജസ്വലതയും അതേപോലെ ഭക്ഷണവും എന്ന നിലക്ക് ആ വ്യക്തിക്ക് ഉഷാറ് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഇഞ്ചക്ഷനുകൾ. ഇപ്പൊ ഗ്ലൂക്കോസ് കയറ്റിയ നോമ്പ് മുറിയും, അതൊരു ഭക്ഷണത്തിന്റെ സ്ഥാനത്താണ്. ശരീരത്തിന് ഊർജ്ജസ്വലത കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ്. അതേ സ്ഥാനത്ത് ഒരു വ്യക്തിക്ക് പനി ബാധിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതിനൊരു മരുന്ന് എന്ന നിലയ്ക്ക് ഇഞ്ചക്ട് ചെയ്താൽ അതിലൂടെ നോമ്പ് മുറിയില്ല. ആദ്യത്തെ ഇഞ്ചക്ഷൻ അത് നോമ്പ് മുറിയുന്നതാണ്. അപ്പൊ ശരീരത്തിൽ ക്ഷീണം ബാധിച്ച് ക്ഷീണം മാറാൻ വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങൾ അതിലൂടെ നോമ്പ് മുറിയും. എന്നാൽ രോഗനിർണയം, ബ്ലഡ് ടെസ്റ്റ് അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഇഞ്ചക്ട് ചെയ്താൽ അതിലൂടെ നോമ്പ് മുറിയുന്നതും അല്ല എന്നാണ് പിന്നെ പണ്ഡിതന്മാര് ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ റമദാൻ മാസത്തിന്റെ പകലുകളിലുള്ള ലൈംഗിക ബന്ധം ശക്തമായ നിലയ്ക്ക് ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. ഒരു നിലക്കും അത് അനുവദനീയമല്ല. അങ്ങനെ വല്ലവരും ചെയ്താൽ അതിന് പ്രായശ്ചിത്തമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അടിമയെ മോചിപ്പിക്കലാണ്, 2 മാസം തുടർച്ചയായി നോമ്പെടുക്കലാണ്, 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. അത് ക്രമപ്രകാരം നിർബന്ധമായും ചെയ്യേണ്ടതുമുണ്ട്, ഏതെങ്കിലും ഒന്ന് എന്ന നിലക്ക്. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക. അപകടങ്ങളിലേക്ക് ചെന്നെത്താൻ പാടില്ല. മുൻകരുതലുകൾ നമ്മൾ തന്നെ എടുക്കേണ്ടതാണ്. ഇനി സഹോദരന്മാരെ, നോമ്പിൽ അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത് സംഭവിച്ചാൽ നോമ്പ് മുറിയില്ല. അതെന്തൊക്കെയാണ്? പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അറിവില്ലായ്മയിലൂടെ പല അപകടങ്ങളിലേക്കും നമ്മളെ എത്തിക്കാറുണ്ട്. ഇപ്പൊ ഒന്ന്, ഒരു വ്യക്തി പകൽ സന്ദർഭത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ ജനാപത്തുകാരനായി. അവന്റെ സ്വയം പ്രവർത്തനമല്ല, അവൻ ഉദ്ദേശിച്ചതല്ല, ഉറങ്ങുകയായിരുന്നു. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അല്ലാഹു തആല വെച്ച സംവിധാനമാണ്. സ്ഖലനം സംഭവിച്ചു. അത് അവന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല, അവന് നിയ്യത്തിന്റെയോ ഉദ്ദേശത്തിന്റെയോ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ പകലിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചാൽ അതിലൂടെ അവന്റെ നോമ്പ് നഷ്ടപ്പെടുന്നില്ല. അവൻ നോമ്പുകാരൻ തന്നെയാണ്. അവന് കുളിക്കണം. ളുഹറിന് മുമ്പാണോ? ളുഹർ നമസ്കരിക്കാൻ വേണ്ടി കുളിക്കണം. ളുഹറിന് ശേഷം ഉറങ്ങിയപ്പോഴാണ് സംഭവിച്ചത്, എണീറ്റ് കുളിക്കണം, അസർ നമസ്കരിക്കേണ്ടതുണ്ട്. അപ്പൊ ആ നിലക്ക് പകലിൽ അങ്ങനെ സംഭവിച്ചാൽ അതിലൂടെ നോമ്പ് മുറിയില്ല. മറ്റൊന്ന്, ഒരാള് രാത്രി കിടന്നുറങ്ങി. അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടോ അല്ലാതെയോ ജനാപത്തുകാരനാണ്. അത്താഴം കഴിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കിടന്നത്. പക്ഷെ എണീറ്റ് നോക്കിയപ്പോൾ സുബൈ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. അത്താഴം കഴിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല. അപ്പൊ സുബൈ ബാങ്കിന്റെ മുമ്പേ ജനാപത്തുകാരനായ ഒരു വ്യക്തി കുളിച്ചിട്ടില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ വ്യക്തി എന്താ മനസ്സിലാക്കുന്നത്? ഞാൻ സുബൈന്റെ മുമ്പ് കുളിച്ചിട്ടില്ല, അതുകൊണ്ട് ഇന്ന് എനിക്ക് നോമ്പെടുക്കാൻ പറ്റൂല. അങ്ങനെ ഇല്ല. ആ വ്യക്തിക്ക് നോമ്പിൽ തുടരാം. നോമ്പിന്റെ നിയ്യത്തിലായിരുന്നു അദ്ദേഹം. സുബൈന്റെ മുമ്പ് കുളിച്ചിട്ടില്ല എന്നൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. സുബൈന്റെ മുമ്പേ നോമ്പിന് വേണ്ടി കുളിക്കൽ നിർബന്ധമല്ല. അവന്റെ കുളി ആവശ്യം സുബൈ നമസ്കാരത്തിനാണ്. അപ്പൊ ബാങ്കിന് ശേഷം ഉണർന്നാലും, ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കെ ഉണർന്നാലും ബാങ്കിന് ശേഷം പോയി കുളിക്കണം, എന്നിട്ട് സുബൈ നമസ്കരിക്കണം. അത് നോമ്പിൽ തുടരുകയും വേണം. അപ്പൊ സുബൈ ബാങ്കിന്റെ മുമ്പ് കുളിച്ചിട്ടില്ല എന്നുള്ള കാരണം എന്തല്ല, പകൽ സന്ദർഭത്തിൽ നോമ്പ് ഒഴിവാക്കാനുള്ള കാരണമല്ല. ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുകയാണ്,
അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുദ്രികുൽ ഫജ്റു വഹുവ ജുനുബുൻ മിൻ അഹ്ലിഹി. തന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഫജ്ർ സന്ദർഭത്തിൽ ജനാബത്തുകാരനായി പ്രവാചകൻ എണീറ്റിട്ടുണ്ട്. സുമ്മ യഗ്തസിൽ, എന്നിട്ട് പോയി കുളിച്ചു. വയസൂം, നോമ്പ് തുടരുകയും ചെയ്തു. സുബൈന് മുമ്പ് കുളിച്ചിട്ടില്ല എന്നുള്ളത് നോമ്പിനെന്തല്ല, തടസ്സമല്ല. അതേപോലെ തന്നെ പല്ല് തേക്കുന്ന വിഷയം, ആളുകൾക്ക് ഇതൊന്നും പറയേണ്ട കാര്യങ്ങളല്ല എന്ന് നമുക്കൊക്കെ തോന്നുമെങ്കിൽ, ചില ആളുകൾക്ക് തോന്നുമെങ്കിലും സമൂഹത്തിൽ വലിയ തെറ്റിദ്ധാരണ ഉള്ള വിഷയങ്ങൾ അതൊക്കെ. ഉച്ചയ്ക്ക് ശേഷം ആരെങ്കിലും പല്ല് തേക്കുന്നത് കണ്ടാൽ വീട്ടിലെ ഉമ്മമാരും ഉപ്പമാരൊക്കെ നിങ്ങൾ എന്താ കാണിക്കുന്നത്, റംസാൻ മാസമായിട്ട് പല്ല് തേക്ക്, ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കുകയോ അസറിന് ശേഷം പല്ല് തേക്കുകയോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ പല്ല് തേക്കണ്ട, പല്ല് തേക്കാൻ പാടില്ല എന്നുള്ള നിയമം ഇസ്ലാമിലുണ്ട് എന്നുള്ളത് പോലെയാണ്. അങ്ങനെയല്ല, ഹദീസിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ പറയാം, ഈ മിസ്വാക്കിന് പല്ല് തേക്കലിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന മതമാണ് ഇസ്ലാം. വലൗല അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാക്കി ഇൻദ കുല്ലി വുളു. എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ എല്ലാ നമസ്കാരത്തോടൊപ്പം എല്ലാ വുളുവിനോടൊപ്പം പല്ല് തേക്കാൻ വേണ്ടി ഞാൻ എന്റെ ഉമ്മത്തിനോട് കൽപ്പിക്കുമായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറയാം, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകനെ കണ്ടിട്ടുണ്ട്, യസ്താഖു, പല്ല് തേക്കുന്നതായിട്ട്, നോമ്പുകാരനായിരിക്കെ, മാല ഉഹ്സി വലാ അഉദ്, എനിക്ക് എണ്ണി കണക്കാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രത്തോളം എപ്പോഴും പ്രവാചകന്റെ വായിൽ മിസ്വാക്കുണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല ഹദീസിൽ കാണാം, അസ്സിവാക്കും മത്ഹറത്തുൻ ലിൽ ഫമി വമറളാത്തുൻ ലിറബ്ബ്, വായുടെ ശുദ്ധീകരണം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, അതാണ് മിസ്വാക്ക്. അത് റമളാനെന്നോ റമളാൻ അല്ലാത്ത മാസമെന്നോ മറ്റുള്ള അങ്ങനെയുള്ളൊരു വേർതിരിവൊന്നുമില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സുന്നത്ത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയാൽ എന്താ ചെയ്യാറുണ്ടായിരുന്നത് എന്ന് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, യബ്ദഉ ബിസിവാക്ക്, ആദ്യം മിസ്വാക്ക് കൊണ്ട് തുടങ്ങുന്ന, പല്ല് തേക്കും. ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അടുപ്പവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പഠിപ്പിക്കുന്ന വിഷയമാണ്. ഒരിക്കലും ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ദുർഗന്ധമുണ്ടാകാനോ പ്രയാസപ്പെടാനോ പാടില്ല. അതുകൊണ്ട് ഭാര്യ പറയാണ്, പ്രവാചകൻ വീട്ടിലേക്ക് വന്നാൽ ആദ്യം ചെയ്യാറുണ്ടായിരുന്നു പല്ല് തേക്കലായിരുന്നു, യബ്ദഉ ബിസിവാക്കി എന്നാണ്. പിന്നെ ചില ആളുകൾക്ക് ഹദീസിലുണ്ടല്ലോ, ഖലൂഫു ഫമി സ്വായിമി അത്യമു ഇൻദല്ലാഹി മിൻ ദീഹിൽ മിസ്ക്, വായ നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന സുഗന്ധം അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. അതിന്റെ അർത്ഥം പല്ല് തേക്കണ്ടെന്നല്ല. അത് സ്വാഭാവികമായി വായ ഭക്ഷണ മേഖലകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മനുഷ്യ പ്രകൃതി അനുസരിച്ച് കൊണ്ടുണ്ടാകുന്ന ഒരു ഗന്ധം. അപ്പൊ അതിന് ഒരു സത്യവിശ്വാസിക്ക് അല്ലാഹു തആല പറഞ്ഞൊരു ഇബാദത്ത് ചെയ്തിട്ട് ഇങ്ങനൊരു പ്രയാസം ഉണ്ടല്ലോ എന്ന മനപ്രയാസം തോന്നാതിരിക്കാൻ അല്ലാഹു കൊടുക്കുന്ന സന്തോഷ വാർത്തയാണ്. അത് റബ്ബിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണെന്ന്. മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കസ്തൂരിയേക്കാൾ സുഗന്ധം എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് ആ പേര് പറഞ്ഞിട്ട് പല്ല് തേക്കാതിരിക്കേണ്ട ആവശ്യമില്ല, പല്ല് തേക്കുക തന്നെ വേണം. അതേപോലെ തന്നെ ഈ വായിന്ന് വരുന്ന ഉമിനീരുണ്ടല്ലോ, അത് ഇറങ്ങിയത് കൊണ്ട് ആരും നോമ്പ് മുറിയാൻ പോകുന്നില്ല. റമദാൻ സ്പെഷ്യൽ ഉമിനീരൊന്നുമില്ല. 11 മാസം വരുന്ന അതേ ഉമിനീർ തന്നെ റമദാനിലും വരുന്നുള്ളൂ. റമദാനാവുമ്പോൾ നമ്മളിതിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോ ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നാൽ അത് തുപ്പാനായിട്ട് ചില ആളുകൾ ചില വീട്ടിലൊന്നും റമദാൻ മാസം ചെല്ലാൻ തന്നെ പറ്റൂല. സിറ്റ് ഔട്ടിൽ തിണ്ടത്തിങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ തുപ്പി തുപ്പി മുറ്റൊക്കെ നാശാക്കിയിട്ടുണ്ടാവും. പഴയകാല പള്ളികളുടെ മുമ്പിലുണ്ടാവും കുറെ ചാരുപടിയും തിണ്ടൊക്കെ ഇരിക്കാൻ സൗകര്യപ്പെടുത്തും. അവിടെ കുറെ പ്രായം ചെന്ന വയസ്സന്മാരിക്കുണ്ടാവും. ഓരോ പടിയും മുറ്റത്തേക്ക് തുപ്പലാണ്. അപ്പൊ റമദാനായിട്ടും സ്പെഷ്യൽ ഉമിനീർ അന്ന് ഇറക്കിയിട്ടില്ല. 11 മാസമുള്ള അതേ ഉമിനീർ തന്നെ അവിടെ ഉള്ളൂ. ആ ഉമിനീർ ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ വായ വരണ്ടുപോകും. അപ്പൊ അത് ഉള്ളിലേക്ക് ഇറങ്ങി എന്നുള്ളത് കൊണ്ട് അവന് നോമ്പ് മുറിയുന്നില്ല. ഇപ്പൊ നമ്മളൊക്കെ വുദു എടുക്കുന്നുണ്ടല്ലോ, വായിലേക്ക് വെള്ളമാക്കി തുപ്പുന്നു. ഈ വെള്ളം മുഴുവൻ പുറത്തു പോകുന്നുണ്ടോ? വായിൽ നമ്മൾ വുദു എടുക്കുമ്പോൾ വായിലാക്കുന്ന വെള്ളത്തിന്റെ അല്പം അംശം അകത്തേക്ക് തന്നെ പോവുക. അത് ഉമിനീരിന്റെ കൂടെ പോകും. അത് കരുതിയിട്ട് കുടിക്കാൻ നിൽക്കണ്ട, അത് പറഞ്ഞതല്ല. അപ്പൊ സ്വാഭാവികമായും പ്രകൃത്യ വന്നു പോകുന്ന കാര്യമാണത്. അപ്പൊ അതിന്റെ പേരിൽ എന്തില്ല, ഒരിക്കലും നോമ്പ് മുറിയില്ല. അതേപോലെ ഇപ്പൊ ഒരാള് വെള്ളത്തിലേക്ക് കുളിക്കാനിറങ്ങുക, കുളിക്കുന്ന ഒരാളിന് മുങ്ങി കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാണാം. തലയിലൂടെ വെള്ളമൊഴിക്കാൻ പാടില്ല. ഹദീസിൽ കാണാ, ജാബിർ റളിയല്ലാഹു പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ചൂട് കാരണം തലയിലൂടെ വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുന്ന. അപ്പൊ വെള്ളത്തിൽ മുങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെവിയിലേക്ക് വെള്ളം കയറും, മൂക്കിലേക്ക് വെള്ളം കയറും, അതുകൊണ്ട് മുങ്ങിക്കുളിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളിലൂടെ ആളുകൾ നടക്കുന്നുണ്ട്. ഇനി ഒരാൾ വെള്ളത്തേക്ക് മുങ്ങുമ്പോൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് കയറാന്നുള്ള നിയത്താണെങ്കിൽ നോമ്പ് മുറി സംശയമൊന്നുമില്ല. അതല്ലാത്ത നിലക്ക് അറിയാണ്ടഞ്ഞ് വെള്ളം മൂക്കിൽ മുങ്ങി മൂക്കിലൂടെ വെള്ളം കയറുന്നെന്ന് വെക്കുക, അവന് നോമ്പ് അതിലൂടെ മുറിയുന്നില്ല.
ചില ആളുകൾ വളരെ പ്രയാസപ്പെട്ട് വായു മൂക്കൊക്കെ പൊത്തി അടച്ചു പിടിച്ചിട്ട് വെള്ളത്തേക്ക് മുങ്ങാറ്. അങ്ങനെ പേടിച്ച് പേടിച്ച് മുങ്ങുമ്പോഴാണ് എങ്ങനെ പിടുത്തം വിട്ടാൽ ആകെ കൊക്കി കുറച്ച് പിന്നെ മേപ്പെട്ട് വരുന്നതാണ് പിടുത്തം വിട്ടിട്ട്. അങ്ങനെ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നോമ്പ് എന്ന് പറഞ്ഞാൽ എന്തിനല്ല അല്ലക്കും തത്തക്കൂൻ, നിങ്ങൾ തക്കുവ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഒരു സാധുവായ ഒരാൾ വെള്ളത്തിൽ മുങ്ങി കുളിച്ചപ്പോ അറിയാണ്ട് മൂക്കിലൂടെ ദേശം വെള്ളം കയറിയാം, അങ്ങനെ മുറിയുന്ന ഒന്നല്ല നോമ്പ്. മനഃപൂർവ്വമല്ലാത്ത നിലക്ക് മറന്നുകൊണ്ട് ഭക്ഷിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ മതത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് വലിയ വിശദീകരണത്തിന്റെയും ഒന്നും ആവശ്യമില്ല. അപ്പൊ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളിലൂടെ മാത്രമേ നോമ്പ് മുറിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ ഒരു വിഷയം, ഇന്ന് നമ്മുടെ ചില മരുന്നുകൾ, ഇപ്പൊ കണ്ണിൽ ഒറ്റിക്കുന്ന മരുന്നുകൾ, മൂക്കിൽ ഒറ്റിക്കുന്ന മരുന്നുകൾ, അതിനെ സംബന്ധിച്ച് ചെവിയിൽ ഒറ്റിക്കുന്ന മരുന്ന്, ഇത് മൂന്ന് രൂപത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ചെവിയിലും കണ്ണിലും ഒഴിക്കുന്ന മരുന്നുകൾ, അത് ഉള്ളിലേക്കുള്ള മൻഫദ് പ്രവേശന കവാടം മൂക്കിനെ പോലെ അല്ലാത്തത് കൊണ്ട് കണ്ണിലും ചെവിയിലും മരുന്ന് ഒറ്റിക്കാം പകൽ വേളയിൽ എന്നാണ്. എന്നാൽ ഒരാൾ നോമ്പുകാരനായിരിക്കെ മൂക്കിലൂടെ മരുന്ന് ഒഴിക്കേണ്ടി വന്നാൽ അങ്ങനെ ഒഴിക്കരുത് എന്നാണ്. കാരണം മൂക്കെന്താണ്? ഉള്ളിലേക്കുള്ള പ്രവേശന കവാടമാണ് ഡയറക്റ്റായിട്ട്. അതുകൊണ്ടാണ് ഹദീസിൽ വന്നത് നിങ്ങൾ ഉളു എടുക്കുമ്പോൾ മൂക്കിൽ നന്നായി വെള്ളം കയറ്റി ചീറ്റണം നോമ്പുകാരനല്ലെങ്കിൽ. അപ്പൊ മൂക്കിലൂടെ വെള്ളം കയറ്റിയ ഉള്ളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മൂക്കിലൊഴിക്കുന്ന മരുന്നുകൾ നോമ്പുകാരൻ പകലിൽ ഒഴിവാക്കേണ്ടതുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് നല്ല പ്രയാസമുള്ളവരുണ്ടാവും. അതായത് ഇപ്പൊ വിദേശ രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, തണുപ്പ് സീസണിൽ എല്ലാം അടഞ്ഞു പോകും, മൂക്ക് രണ്ടും അടഞ്ഞ് അള്ളാന്റെ നിയമത്തോണ്ട് വായ തുറന്ന് ശ്വസിക്കുന്ന ചില ആളുകൾ ഉറങ്ങി കഴിയുമ്പോഴൊക്കെ പല ആളുകൾക്ക് അനുഭവങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ മൂക്ക് അടയുന്ന ഒരു പ്രയാസമാണ് എങ്കിൽ ഉള്ളിലേക്ക് പോകാത്ത രൂപത്തിൽ അത് തുറന്നു കിട്ടാൻ വേണ്ടി സ്വല്പം മരുന്ന് എന്ന നിലയ്ക്ക് ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. ഇനി അത്രത്തോളം പ്രയാസമൊന്നുമില്ലെങ്കിൽ ആ വ്യക്തി അത് രാത്രി ഉപയോഗിക്കലാണ് വേണ്ടത് എന്ന് പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ. നോമ്പ് അല്ലാഹു തആല നേരത്തെ നമ്മൾ ഓതി വെച്ച ആയത്തിൽ അല്ലാഹു പറയുന്നത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, നിങ്ങൾക്ക് എളുപ്പമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്, പ്രയാസമുണ്ടാക്കാനല്ല. ആ നോമ്പിലൂടെ കുറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ അല്ല അല്ലാഹു ആഗ്രഹിക്കുന്നത്. നോമ്പിലൂടെ വരേണ്ടത് അല്ലാഹനെ കുറിച്ചുള്ള തഖ്വയും ബോധവും, അതേപോലെ അള്ളാഹിനെ കുറിച്ചുള്ള വാഴ്ത്തലുകൾ, പോലെ തുക്കബ്ബിറുല്ലാഹ അലാമ അദാക്കും വലഅല്ലക്കും തഷ്കുറുൻ, അള്ളാഹിനെ നന്ദി കാണിക്കുക, ഇബാദത്ത് എടുക്കുക, അങ്ങനെ തഖ്വ ഉണ്ടാകാം. അതാണ് നോമ്പിന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ കാര്യങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടില്ല. ഒരാള് രോഗിയാണ് അല്ലെങ്കിൽ യാത്രക്കാരനാണ് എങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, വമൻ കാന മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, യാത്രക്കാരനാണെങ്കിലും രോഗിയാണെങ്കിലും നോമ്പ് ഒഴിവാക്കിക്കോളൂ എന്നല്ല, ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മറ്റൊരു ദിവസം നോമ്പ് നോറ്റുവീട്ടണം എന്നാണ്. അപ്പൊ ഒഴിവാക്കിയാൽ നോറ്റുവീട്ടണം. ഒഴിവാക്കാൻ എല്ലാവരും ഉണ്ടാകാറുണ്ട്, ഞാൻ യാത്രക്കാരനാ, ഞാൻ രോഗിയാ, പിന്നെ അത് വീട്ടാനാണ് പ്രയാസം. ഇവിടെ നോമ്പ് ഒഴിവാക്കിക്കോളൂ എന്നുള്ള പ്രയോഗം തന്നെയല്ല, മറ്റു ദിവസത്തിൽ നിങ്ങൾ നോമ്പ് നോറ്റുവീട്ടണമെന്ന അതിൽ നിന്ന് മനസ്സിലാക്കുകയാണെന്ത്, ഇവിടെ നോമ്പ് അവൻ ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അല്ലാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസപ്പെടുത്താനല്ല. അപ്പോ ഒരു യാത്രക്കാരൻ എന്ത് ചെയ്യാം? നോമ്പ് ഒഴിവാക്കാം. ഹംസത്ത് ബിൻ അംറുൽ അസ്ലമി അദ്ദേഹം പറയാം, ഞാൻ റസൂലിനോട് ചോദിച്ചു, അസൂബു ഫി സഫർ, ഞാൻ യാത്രയിൽ നോമ്പെടുക്കേണ്ടതുണ്ടോ? അദ്ദേഹം സാധാരണ സ്ഥിരമായി നല്ലപോലെ സുന്നത്ത് നോമ്പുകൾ ധാരാളമായി എടുക്കുന്ന സ്വഹാബിയാണ്. അപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സും ഇൻ ശിഅത, വേണമെങ്കിൽ നോമ്പെടുത്തോ, വഅഫ്തിർ ഇൻ ശിഅത, അല്ലെങ്കിൽ ഒഴിവാക്കിക്കും. അത് ഇളവാണ്, ഒഴിവാക്കണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സാഫർതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമളാൻ, ഞാൻ പ്രവാചകന്റെ കൂടെ റമളാനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഫലം യഅബി സ്വായിമുൽ അലൽ മുഫ്തിരി വലൽ മുഫ്തിറു അല സ്വായിമി, നോമ്പ് ഉള്ളവൻ ഇല്ലാത്തവനെയോ ഇല്ലാത്തവൻ ഉള്ളവനെയോ ആക്ഷേപിച്ചിട്ടില്ല, റസൂലും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇളവാണ്, വേണ്ടവർക്ക് എടുക്കാം, വേണ്ടവർക്ക് ഒഴിവാക്കാം. എന്നാൽ ഇളവുകൾ സ്വീകരിക്കലാണ് അല്ലാഹുവിന് ഇഷ്ടം. സുദീർഘമായ യാത്രയിൽ അല്ലാഹു അങ്ങനെ ഒരു ഇളവ് തന്നാൽ ആ ഇളവ് സ്വീകരിക്കലാണ് അല്ലാഹുവിന് ഇഷ്ടം. ഇന്നല്ലാഹ യുഹിബ്ബു അൻ തുഗ്താ റുഖസുഹു കമാ യക്റഹു അൻ തുഗ്താ മഅസിയതുഹു, അല്ലാഹു നിരോധിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാഹുക്ക് വെറുപ്പുള്ളതുപോലെ അല്ലാഹു ഇളവ് നൽകിയ കാര്യങ്ങൾ സ്വീകരിക്കുന്നത് അല്ലാഹുക്ക് ഇഷ്ടമാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നാൽ ഒരു വ്യക്തിക്ക് യാത്രയിൽ നോമ്പ് പ്രയാസം, തലവേദന ഉണ്ടാകുന്നുണ്ട്, ക്ഷീണം വരുന്നുണ്ട്, ചിലപ്പോൾ ഒരു ഭാഗത്ത് കിടക്കേണ്ടി വരുന്നുണ്ട്, തല ചുറ്റുന്നുണ്ട്, എന്നാലും അവൻ പറയാൻ നോമ്പ് എടുത്തേ തീരൂ, ഞാൻ ഈ പ്രയാസമൊക്കെ സഹിച്ചാലും നോമ്പെടുക്കും,
എന്ന് പറഞ്ഞാൽ ആ രീതി ശരിയല്ല. എന്തുകൊണ്ട്? ഹദീസിൽ കാണാൻ സാധിക്കും, സ്വഹാബികളും പ്രവാചകനുമായി ഒരു യാത്രയാണ്, നോമ്പുകാരായിരിക്കെ. അങ്ങനെ യാത്ര ചെയ്യുമ്പോ കുറെ കഴിഞ്ഞപ്പോ സഹാബത്ത് ഇങ്ങനെ ഒരു ഭാഗത്ത് കൂടി നിന്ന്, ഒരു വ്യക്തിക്ക് ചുറ്റുമാ കൂടി നിൽക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാഹാദ, എന്താ പ്രശ്നം, എന്താ എല്ലാവരും കൂടി നിൽക്കുന്നത്? സ്വഹാബത്ത് പറഞ്ഞു, റസൂലേ ഹാദാ സ്വായിമുൻ, ഇദ്ദേഹത്തിന് നോമ്പാണ്. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ മിനൽ ബിർരി അസ്സിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പെടുക്കൽ പുണ്യമല്ല. ഇപ്പൊ വേണമെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ ഒഴിവാക്കിക്കോ എന്ന് പറഞ്ഞ അതേ റസൂല് ഇവിടെ എന്ത് പറഞ്ഞു? യാത്രയിൽ നോമ്പെടുക്കൽ പുണ്യമല്ല. ഇപ്പൊ റസൂൽ രണ്ട് കാര്യം വൈരുദ്ധ്യം പറഞ്ഞത് അല്ല, വ്യക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിഷയം വരുന്നത്. ഒരു വ്യക്തിക്ക് പ്രയാസമാണോ, പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പെടുക്കൽ പുണ്യമല്ല. ഞാൻ സഹിച്ചു നോമ്പെടുക്കും, അതിന്റെ ആവശ്യമില്ല. എന്നാൽ ഒരാൾക്ക് യാതൊരു പ്രശ്നവുമില്ല, യാത്ര ചെയ്താലും അല്ലെങ്കിലും എനിക്ക് അവനെ ഒരേപോലെ തന്നെയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഇളവുണ്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയില് സ്വഹാബത്ത് പറഞ്ഞു, റസൂലെ പ്രയാസമുണ്ട് എന്ന്. അപ്പൊ പ്രവാചകൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ നോമ്പ് തുറന്നോളൂ എന്ന്. എല്ലാവരും നോമ്പ് ഒഴിവാക്കാൻ പറഞ്ഞു. എല്ലാവരും നോമ്പ് തുറന്ന്, കുറച്ചാളുകൾ നോമ്പ് മുറിച്ചില്ല. അവരങ്ങനെ തന്നെ നിന്നു. പ്രവാചകൻ അവരോട് പറഞ്ഞു, ഉലായിക്കൽ ഉസാത്ത്, ഉലായിക്കൽ ഉസാത്ത്, ഇവർ അനുസരണക്കേട് കാണിച്ചവരാണ്. നോക്കി നിങ്ങൾ, റസൂൽ ഇളവ് നൽകിയ കാര്യത്തിൽ തന്നെ അവിടെ പ്രവാചകൻ അനുസരിക്കാതെ വന്നപ്പോൾ റസൂൽ പറയാം, ഇവർ അനുസരണക്കേട് കാണിച്ചവരാണ്. അതൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ നിർബന്ധമായും അനുസരിക്കേണ്ട കാര്യങ്ങളിലൊക്കെ റസൂലിനോട് എതിർ പ്രവർത്തിക്കുമ്പോൾ ഈ ഹദീസൊക്കെ വെച്ചിട്ട് എത്രമാത്രം വലിയ നിയമങ്ങളാണ് നമ്മിലൊക്കെ പരലോകത്ത് ബാധകമാക്കാൻ പോകുന്നത്. പ്രയാസമാണെന്ന് പറഞ്ഞ ആളുകളോട് നോമ്പ് തുറന്നോട് ഒഴിവാക്കിക്കോളെന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾ ഒഴിവാക്കിയില്ല. അവരോട് പറയാ, ഇവർ അനുസരണക്കേട് കാണിച്ചവരാണ്. റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അപ്പൊ അതനുസരിക്കണം. അപ്പൊ പ്രയാസമുണ്ടായിട്ടും നോമ്പെടുക്കൽ ശരിയല്ല എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അത് പഠിപ്പിച്ചത്. ഇനി അതൊന്നുമല്ല, പ്രയാസമൊന്നുമില്ലെങ്കിലോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നോമ്പെടുക്കുകയും ചെയ്യാം. ഇനി സഹോദരന്മാരെ, വളരെ സുപ്രധാനമായ ഒരു വിഷയം ഈ സ്ത്രീകളെ സംബന്ധിച്ച്, ഇപ്പോ ഗർഭധാരണം അതേപോലെ തന്നെ മുലയൂട്ടൽ, ഇത് രണ്ടും നോമ്പ് ഒഴിവാക്കാൻ ഉള്ള കാരണം അല്ല. ഞാൻ ഗർഭിണിയാന്ന് പറഞ്ഞ് നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. ഞാൻ കുട്ടിക്ക് മുലയൂട്ടുന്നവളാണെന്ന് പറഞ്ഞ് നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. കാരണം അത് രണ്ടും നോമ്പ് ഒഴിവാക്കാനുള്ള കാരണമേ അല്ല. ഖുർആൻ അത് പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞത് യാത്രക്കാര്, രോഗികൾ, അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ. എന്നാൽ ഒരു സ്ത്രീ ഗർഭിണിയാണ്, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അവൾക്ക് പ്രയാസമാണ് എങ്കിൽ നോമ്പ് ഒഴിവാക്കാം. അല്ലാതെ ഗർഭമുള്ളവളൊക്കെ നോമ്പ് ഒഴിവാക്കുന്ന നിയമമല്ല. കാരണം എല്ലാ സ്ത്രീകളും ഒരേപോലെയല്ല. നമുക്കെന്നെ അറിയാലോ, ഗർഭധാരണം കഴിഞ്ഞ് 9 മാസം വരെയും ആരോഗ്യത്തോടുകൂടി നല്ല ഉഷാറോടുകൂടി നടക്കുന്ന സ്ത്രീകളുണ്ട്. എന്നാൽ ഗർഭധാരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മാസം മുതലേ എണീക്കാൻ പോലും കഴിയാത്ത സ്ത്രീകളുണ്ട്. ആരോഗ്യസ്ഥിതി സ്ത്രീകളുടെ വ്യത്യസ്തമാണ്. അപ്പൊ ഗർഭധാരണം അല്ല നോമ്പ് ഒഴിവാക്കാനുള്ള കാരണം വ്യക്തിപരമായി ആ സ്ത്രീയുടെ ശാരീരികാവസ്ഥയും ആ സ്ത്രീയുടെ ക്ഷീണവും പ്രയാസവുമാണ് നോമ്പ് ഒഴിവാക്കാനുള്ള കാരണം. അതേപോലെ തന്നെ മുലയൂട്ടലും, ഞാൻ മുലയൂട്ടുന്നുണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ നോമ്പെടുക്കൂല എന്ന് പറയാൻ പാടില്ല. പക്ഷെ മുലയൂട്ടി കഴിഞ്ഞാലോ അത് ആ സ്ത്രീയുടെ ആരോഗ്യത്തിനോ മറ്റോ പ്രയാസമാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് പാല് കുറയാൻ കാരണമാണ്, അങ്ങനെയുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നോമ്പ് ഒഴിവാക്കാം. അതല്ലാതെ ഈ രണ്ടും എന്തല്ല, നോമ്പ് ഒഴിവാക്കാനുള്ള കാരണമല്ല. അവർക്ക് വ്യക്തിപരമായി കാരണങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഈ രണ്ട് സന്ദർഭങ്ങളിൽ ഉണ്ടെങ്കിലും അവർക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. പക്ഷെ നോമ്പ് ഒഴിവാക്കിയാൽ മനസ്സിലാക്കണേ, നമ്മളത് നോറ്റുകൂട്ടാൻ ശ്രമിക്കണം. പലപ്പോഴും നമ്മുടെ സഹോദരിമാരെ നോമ്പ് നോറ്റുകൂട്ടാറില്ല. ഫോൺ ചെയ്യലാണ്, ഞാൻ എത്രയാ മുദ്ദു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചിട്ട്. എന്തിനാ മുദ്ദുന്നൊന്നുമില്ല, ഞാൻ എത്ര കൊടുക്കേണ്ടതെന്നാ ചോദിക്കാതെ. ഞാൻ മുദ്ദു കൊടുത്താൽ മതിയോ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുമോ അതൊന്നുമല്ല ചോദ്യം, ഞാൻ എത്ര കൊടുക്കേണ്ടതെന്നാ ചോദ്യം വരുന്നത്. അതിനു മുമ്പേ എത്ര എന്നുള്ളതിന് മുമ്പ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആരെങ്കിലും നോമ്പ് ഒഴിവാക്കിയാൽ വൻ തസൂമു ഖൈറുൽ ലക്കും, അത് നോറ്റ് വീട്ടിലാണ് നിങ്ങൾക്ക് ഉത്തമം. അപ്പൊ അതുകൊണ്ട് തന്നെ ഗർഭധാരണത്തിന്റെ പേരിലോ മുലയൂട്ടലിന്റെ പേരിലോ ഒരു സ്ത്രീ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ സാധുവിന് ഭക്ഷണം കൊടുത്തോളാം എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ പറ്റില്ല. അവൾ നോമ്പ് നോറ്റ് വീട്ടണം. ഒരു സ്ത്രീ വർഷത്തിലെ റമദാനിൽ ഗർഭിണിയാണ്, അടുത്ത വർഷം റമദാനിൽ അവർ മുലയൂട്ടുകയാണ്, പിറ്റത്തെ വർഷം റമദാനിൽ അവൾ വീണ്ടും ഗർഭിണിയാണ്. അവൾക്ക് നോമ്പ് കൊടുക്കണ്ടേ? എന്നാൽ അതിന് പകരം ഓരോ കൊല്ലം സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയാണോ? ഭക്ഷണം കൊടുക്കൽ ആർക്കാ? ഇത് ഖുർആൻ പഠിപ്പിച്ചില്ലേ? തീരെ പ്രയാസപ്പെട്ട് നോമ്പെടുക്കാൻ കഴിയില്ല. ഇബ്നു അബ്ബാസ് ഒക്കെ അതിന് നൽകിയ വിശദീകരണം, പ്രായം ചെന്ന വൃദ്ധന്മാർന്നാണ്. അവർക്കിത് പ്രായം കുറയില്ല, അവർ രോഗം മാറുമെന്ന പ്രതീക്ഷയില്ലാത്ത ആളുകൾ. ഇപ്പൊ ഷുഗറാണ്,
മഹാരോഗത്തിന് അടിമപ്പെട്ട് ഭക്ഷണമൊന്നും ശരിക്കും കറക്റ്റ് കഴിക്കാൻ കഴിയില്ല, എല്ലാ സമയത്തും മരുന്നാണ്. ഇനി ആ രോഗം മാറാനുള്ള പ്രതീക്ഷയില്ല. അതുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് മാല യുർജ ബുർഉഹു, ശമനം പ്രതീക്ഷിക്കാത്ത ആളുകൾ അവർക്കാണ് എന്തുള്ളത്, ഭക്ഷണം കൊടുത്ത് നോമ്പിന് പകരം ഒരു പരിഹാര മാർഗമുള്ളത്. അല്ലാത്തവർ നോമ്പ് നൂറ്റ് വീട്ടുക തന്നെ വേണം. എന്നാൽ ഒരു സ്ത്രീക്ക് എന്നും പ്രയാസങ്ങളും എന്നും രോഗങ്ങളും ആണെങ്കിലോ അവർക്ക് നോമ്പ് ഒഴിവാക്കാം. എന്നിട്ട് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യാം, ഒരു നോമ്പിന് പകരമായിട്ട് ഒരു മിസ്കിന്റെ ഭക്ഷണം. അതല്ലാത്ത സ്ത്രീകളൊക്കെ നോമ്പ് നോറ്റ് വീട്ടാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. നമ്മൾ ഉദ്ദേശിച്ചാൽ നടക്കും. ഒരു കൊല്ലത്തിന് 11 മാസം വരുന്നില്ലേ, 10 മാസത്തിന് 3 ദിവസം, ഓരോ മാസവും 3 ദിവസം നോമ്പെടുത്താൽ മതി. ആ നോമ്പെടുക്കാൻ മാത്രം പ്രയാസം, ബാക്കിയുള്ള യാത്രകളും ബാക്കിയുള്ള പ്രയാസപ്പെട്ട പണികളും എല്ലാവരും എടുക്കും. നോമ്പിന് മാത്രം വലിയ ബുദ്ധിമുട്ടാണ്. അത് മിസ്കീന് ഭക്ഷണം കൊടുത്തോളാം ആദ്യത്തിന് തീരുമാനിച്ചു വെച്ചതുപോലെയാണ്. അത് പറ്റില്ല. ഒരു നിലക്കും നോമ്പെടുക്കാൻ കഴിയാത്ത നിലക്ക് പ്രയാസപ്പെടുന്ന ശാരീരികമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ ഉള്ള ആളുകളാണെങ്കിൽ അവർക്കാണ് അലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അവരാണ് ഒരു സാധുവിന്റെ ഭക്ഷണം കൊടുക്കേണ്ടത്. അല്ലാത്തവർ നോമ്പ് നൂറ്റ് വീട്ടുക തന്നെ വേണം. ഇത്തരം നിയമങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. ഇത് വിശദീകരിക്കാൻ കാരണം നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പുണ്യം കിട്ടുമെന്ന് കരുതിയിട്ട് ശരിയല്ലാത്ത രീതികൾ ചെയ്യുമ്പോൾ, ചെയ്യേണ്ട കാര്യങ്ങൾ തെറ്റി ചെയ്യുമ്പോൾ റബ്ബിന്റെ അടുക്കൽ അത് വെറുതെയായി പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ മാസം വരുമ്പോ പല ആളുകളും റമദാനിനെ പല മനസ്സുകളോടുകൂടി കാണാറുണ്ട്. കച്ചവടക്കാർ, ഞാൻ ആരെ ആക്ഷേപിച്ച് പറയുന്നില്ല, നാട്ടിന്റെ ഒരു അവസ്ഥ പറയാം. ഇൻഷാ അല്ലാഹ് നല്ല കച്ചവടം നടക്കാൻ പോകുന്ന മാസമാണ്. അപ്പൊ ആ നിലക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന ആളുകൾ, ഇൻഷാ അല്ലാഹ് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണം. ആ നിലക്കുള്ള മാനസികമായ ഒരുക്കങ്ങൾ നടത്തുന്ന ആളുകൾ, അത് ഏതാ വേണ്ടതെന്ന് ഞാൻ വിശദീകരിക്കാണത്ര നിങ്ങൾക്ക് അറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് മാത്രം ഞാൻ കേൾപ്പിക്കുകയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു, പരലോകമാണ് മനസ്സിലെങ്കിൽ, അതാണ് ലക്ഷ്യമെങ്കിൽ, ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ മനസ്സിൽ അല്ലാഹ് എപ്പോഴും ധന്യത ഇട്ട് കൊടുക്കും. പരലോകം ലക്ഷ്യം വെച്ച് ജീവിച്ചോ അല്ലാഹു തആല ധന്യത തരും. വജമഅ ലഹു ശംലഹു, അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി അവരെ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. കാര്യങ്ങളൊക്കെ ഛിന്ന ഭിന്നമായിട്ട് ആകെ താറുമാറായി ഒരു സ്വസ്ഥതയില്ലാത്ത നടക്കുന്ന അവസ്ഥ ഉണ്ടാവൂല. പരലോകമാണോ ലക്ഷ്യം, അവ എല്ലാം എളുപ്പമാക്കി കൊടുക്കും, സൗകര്യപ്പെടുത്തി കൊടുക്കും, ധന്യത മുമ്പിൽ വെച്ചു കൊടുക്കും. നിസ്സാരമായ ദുനിയാവുണ്ടല്ലോ, അത് അവൻ തേടാതെ തന്നെ മുമ്പിലേക്ക് ഇങ്ങനെ വരും, ഇങ്ങോട്ട് വരും. ദുനിയാവ് നിസ്സാരമാണ്, അതിന് തേടി പോകേണ്ടവനല്ല മനുഷ്യൻ. കാരണം ദുനിയാവിൽ ഒന്നും അധ്വാനിക്കേണ്ടെന്നല്ല പറയുന്നത്. ആ നിസ്സാരമായ ഒന്നിനു വേണ്ടി വലിയ പ്രതിഫലമുള്ള മഹത്വമുള്ള പുണ്യമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി സമയം കളയരുത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. നിസ്സാരമായൊരു വസ്തുവിന് വേണ്ടി കുറെ അധ്വാനിക്കുന്ന ഒരാളോട് നമ്മൾ തന്നെ പറയില്ലേ, നിനക്ക് എന്തിന്റെ ഭ്രാന്ത, അതിന്റെ പിന്നാലെ സമയം ചെലവഴിക്കാൻ അല്ലേ? അള്ളാഹ് പറയാ ദുനിയാവ് ഒന്നുമല്ല, അതുകൊണ്ട് അതിനു വേണ്ടി നീ എന്ത് ചെയ്യരുത്, മഹത്വമുള്ള പുണ്യമുള്ള പ്രതിഫലമുള്ള ശ്രേഷ്ഠതയുള്ള വലിയ വലിയ വാജിബാത്തുകളായ കാര്യങ്ങൾ നീ നഷ്ടപ്പെടുത്തി കളയരുത്. എന്നിട്ട് റസൂൽ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒമൻ കാനത്തി ദുനിയ ഹമ്മുഹു, ദുനിയാവാണോ ലക്ഷ്യം, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈ, അവന്റെ മുമ്പിൽ അല്ലാഹ് എപ്പോഴും ദാരിദ്ര്യം കൊടുക്കും, എപ്പോഴും ദാരിദ്ര്യമായിരിക്കും. എത്ര പണം കിട്ടിയാലും ആവശ്യങ്ങൾ നേടുന്നില്ല, കാര്യങ്ങൾ നടക്കുന്നില്ല, എനിക്ക് ഉണ്ട് എന്ന് തോന്നുന്നില്ല, സ്വസ്ഥതയില്ല. വഫറക അലൈഹി ശംലഹു, അവന്റെ എല്ലാ കാര്യങ്ങളും അത് ഛിന്ന ഭിന്നമാക്കി കളയും. വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, എത്ര ദുനിയാവിന്റെ പിന്നാലെ നടന്നാലും അള്ളാഹ് എന്ത് കണക്കാക്കിയോ അതേ കിട്ടും. ഇന്നപ്പ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ റമളാൻ മാസം വരിക. ആ റമളാൻ വരുമ്പോ നമ്മൾ എന്റെ സമയം, കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ വിശദമായി പറഞ്ഞു, എന്റെ സമയം എനിക്ക് പള്ളിയിൽ ഉപയോഗപ്പെടുത്തണം, അള്ളാഹ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം, എനിക്ക് സ്വർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ദുനിയാവ് അതൊക്കെ നശിക്കാനുള്ളതാണ്. ആ ദുനിയാവിൽ നമ്മൾ ജീവിക്കണം, അതിനാവശ്യമായതൊക്കെ ചെയ്യുകയും വേണം, വേണ്ട എന്നല്ല. പക്ഷെ ആ ദുനിയാവിന് വേണ്ടി എന്താകാൻ പാടില്ല, നമ്മുടെ നോമ്പിന് തടസ്സമാകരുത്.
നമ്മുടെ ഖുർആൻ പാരായണത്തിന് തടസ്സമാകരുത്. എന്റെ കടയും എന്റെ സ്ഥാപനവും കാരണം എനിക്കൊരു ജുസെങ്കിലും ഖുർആൻ ഒരു ദിവസം ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാ സഹോദരങ്ങളെ പിന്നെ റമദാൻ? നിർബന്ധ നമസ്കാരങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവുമുള്ള സുന്നത്തുകൾ നിർവഹിക്കാൻ സാധിച്ചില്ലെങ്കിലും പിന്നെ എന്തിനാ റമദാൻ? ആ പള്ളിയിൽ അല്പസമയം റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇത്തികാഫ് എന്ന ഉദ്ദേശത്തോടു കൂടി പള്ളിയിൽ വന്നിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും പിന്നെ എന്തിനാ റമദാൻ? നമ്മുടെ കയ്യിലുള്ള സമ്പത്തെന്ന അനുഗ്രഹം സാധുക്കളായ ആളുകളെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ ഉണ്ടാക്കുക എന്ന ചിന്ത മാത്രമാണ് എങ്കിലും പിന്നെ എന്തിനാ റമദാൻ? ആ റമദാനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളായി നമ്മൾ മാറണം. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലെങ്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റമദാനായാൽ എല്ലാ റമദാനിന്റെ ആദ്യ രാത്രിയിലും അല്ലാഹു തആല ആകാശത്ത് വിളിക്കുകയാണ്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വന്നോളൂ. സ്വർഗം വേണോ, നരകമോചനം വേണോ, ഖിയാമുൽ ലൈലിന്റെ പ്രതിഫലം വേണോ, നോമ്പിന്റെ മഹത്വം വേണോ, വരൂ, അള്ളയാ വിളിക്കുന്നത്. വയാ ബാഗിയ ശർരി അഖ്സിർ. തിന്മ ആഗ്രഹിക്കുന്നവരെ മാറി നിന്നോളൂ. അള്ളാഹ്ക്കൊന്നും പറ്റാൻ പോകുന്നില്ല. ശഅബാൻ പോലെ തന്നെയാണോ നിന്റെ റമദാൻ? ആയിക്കോട്ടെ, ആകട്ടെ, റബ്ബിനൊന്നുമില്ല. അല്ലാഹു തആല രണ്ടും ഓർഡർ കൊടുത്തു, യാ ബാഗിയ ശർരി അഖ്ബിൽ, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ. നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വന്നോ, യാ ബാഗിയ ശർ, തിന്മ ആഗ്രഹിക്കുന്നവനെ മാറി നിന്നോ. നമുക്ക് ഇത് സ്വീകരിക്കാം. വിചാരണയും കോടതിയും ഒക്കെ നാളെ റബ്ബിന്റെ കോടതിയില്ല. അള്ളാഹിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വയുള്ളവരാകുക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയുടെ ആദ്യകാല പ്രവർത്തകന്മാരിൽപ്പെട്ട ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിലും അദ്ദേഹത്തെയും ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ പാപങ്ങളും നമുക്കും എല്ലാ സത്യവിശ്വാസികൾക്കും അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മതം പഠിപ്പിച്ചു തന്ന ഒരുപാട് ഉസ്താദുമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم طيب ثراهم واجعل الجنة مأواهم. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تجعل الدنيا أكبر همنا ولا غاية قصدنا ولا مبلغ علمنا ولا إلى النار مصيرنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مريضا إلا شفيته ولا مبتلا إلا عافيته ولا ضالا إلا هديته ولا حاجة من حوائج الدنيا والآخرة إلا أتممتها بفضلك وإحسانك وتوفيقك يا أكرم الأكرمين.